KSUവിനെതിരായ മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ കോൺഗ്രസിൽ അതൃപ്തി പുകയുന്നു. മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പ്രതിഷേധം അറിയിക്കാനാണ് KSU സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. പരാമർശം പിൻവലിക്കണമെന്നും പ്ലീഡറായി SFI നേതാവിനെ നിയമിച്ച തീരുമാനം പിൻവലിക്കണമെന്നും KSU സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെടും. പ്ലീഡർ നിയമനത്തിൽ KSUവിന് എന്ത് കാര്യം എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ ചോദ്യം. TV പ്രസാദ് ഉണ്ട് നമുക്കൊപ്പം. പ്രസാദേ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഒരു KSUവിന്റെ യൂണിറ്റ് കമ്മിറ്റിയൊന്നും അഭിപ്രായം പറയേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് അപമാനിക്കുന്ന തരത്തിലായിരുന്നു മുഖ്യമന്ത്രി ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിലെ പ്രതികരണം. അത് അതിര് കടന്നതായി പോയി, ജാഗ്രത പുലർത്തണമായിരുന്നു എന്ന് KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ നീരസം പ്രകടിപ്പിക്കുകയും ചെയ്തു. അതായത് ഈ ഇലക്ഷൻ സമയത്ത് തല്ലുകൊള്ളാനും സമരം ചെയ്യാനും വോട്ട് ചോദിക്കാനും ഫ്ലെക്സ് വെക്കാനും പോസ്റ്റർ ഒട്ടിക്കാനും വീട്ടിൽ കയറാനും എല്ലാം ഞങ്ങളെ വേണമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ആ KSUക്കാരെ പരമപുച്ഛമല്ലേ, അതെങ്ങനെ ശരിയാവും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നേരിട്ട് കണ്ട് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും KSU ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക? ഒരു പ്രധാനപ്പെട്ട ചോദ്യം, നേരിൽ കാണാൻ മുഖ്യമന്ത്രിയുടെ അപ്പോയിൻമെന്റ് അനുമതി കിട്ടുമോ പ്രസാദ്? ഷിയാസെ, ഗുഡ് മോർണിംഗ്. പറഞ്ഞതുപോലെ ഇന്നലെ VD സതീശൻ്റെ KSU വിരുദ്ധ പരാമർശം അത് വലിയ വിമർശനമാണ് പൊതുവിൽ KSU പ്രവർത്തകർക്കിടയിൽ ഉണ്ടാക്കിയത്. KSU പ്രവർത്തകരോട് എന്നല്ല, ആരോടും ഈ രീതിയിൽ പെരുമാറരുത് എന്നുള്ളതാണ് KSU നേതാക്കളെല്ലാം അടക്കം പറയുകയും ചെയ്യുന്നത്. എന്തായാലും KSUവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നാണക്കേടുണ്ടാകുന്ന ഒരു സംഭവമായി പോയി ഇന്നലെ മുഖ്യമന്ത്രിയുടെ ആ രീതിയിലുള്ള നിലപാട് എന്നുള്ളതാണ്. KSU എന്നല്ല, എല്ലാ വിഭാഗത്തിൽ നിന്നും പല അഭിപ്രായങ്ങളും വരും. ആ അഭിപ്രായങ്ങളെ ഈ രീതിയിലാണോ ഒരു മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യേണ്ടത് എന്ന ചോദ്യമാണ് പ്രധാനമായും KSU പ്രവർത്തകരെല്ലാം ചോദിക്കുന്നത്. മാത്രവുമല്ല, പല തലങ്ങളിലും VD എന്ന് വിളിച്ച നാവുകൊണ്ട് തങ്ങളെ മേനോൻ എന്ന് വിളിപ്പിക്കരുത് എന്ന രീതിയിലൊക്കെയുള്ള പരാമർശങ്ങൾ വളരെ വ്യാപകമായി VD സതീശനെതിരെ KSU പ്രവർത്തകർ തന്നെ സാമൂഹ്യ മാധ്യമത്തിലും കുറിക്കുന്നതായി കണ്ടു. എന്തായാലും അത് സംബന്ധിച്ചുള്ള വലിയ വിവാദങ്ങൾ പുകയുകയാണ്. അതിനിടയിലാണ് ഇന്നലെ KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ മുഖ്യമന്ത്രിയെ കാണും എന്ന രീതിയിലുള്ള പ്രസ്താവനയും ഉണ്ടായത്. നമുക്കറിയാവുന്നതുപോലെ അതവിടെ ഇനിയിപ്പോൾ KSU അങ്ങനെ ഒരു വിമർശനത്തിൽ മാത്രം നിൽക്കില്ല എന്നുള്ളതാണ്. SFI പ്രവർത്തകൻ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ, സർക്കാർ അഭിഭാഷകനായിട്ടുണ്ടെങ്കിൽ അടിയന്തരമായി അദ്ദേഹത്തെ നീക്കം ചെയ്യണം എന്ന ആവശ്യം കൂടി KSU ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിലെ രാഷ്ട്രീയം. ഇനി അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൂടുതൽ നടപടികളിലേക്ക് KSU കടക്കുമോ, കൂടുതൽ പ്രചാരണത്തിലേക്ക് കടക്കുമോ എന്നെല്ലാമാണ് ഉറ്റുനോക്കുന്നത്. എന്തായാലും ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ പരാമർശം വലിയ നാണക്കേടാണ് ആ വലിയ രീതിയിൽ സമരം ചെയ്ത സംഘടന എന്ന നിലയിൽ KSUവിന് ഉണ്ടായിരിക്കുന്നത്. ഷിഹാസ്.